സാധാരണമായ ലക്ഷണങ്ങൾ തെറ്റായ രോഗനിർണയത്തിലേക്കും ശരിയായ ചികിത്സ വൈകുന്നതിലേക്കും നയിക്കുന്ന രോഗങ്ങളാണ് അപൂർവ രോഗങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഏകദേശം 400-ൽ പരം വിവിധ അപൂർവ രോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ലോക അപൂർവ രോഗ ദിനത്തിൽ കൊച്ചി അമൃത ആശുപത്രി കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അപർണ അജയ് നൽകുന്ന സന്ദേശം. നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ, അമൃത ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് അപൂർവ രോഗ ദിനമാണ്. എന്താണ് അപൂർവ രോഗങ്ങൾ? ജനസംഖ്യയിൽ 10,000-ൽ 10 പേരിൽ മാത്രം താഴെ കാണുന്ന രോഗങ്ങൾക്കാണ് ലോകാരോഗ്യ സംഘടന അപൂർവ രോഗങ്ങൾ എന്ന് പറയുന്നത്. ലോകത്ത് 7,000-ലധികം അപൂർവ രോഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 400-ലധികം അപൂർവ രോഗങ്ങളുണ്ട്. ഇവയിൽ പലതും ജനിതക കാരണങ്ങളാൽ വരുന്നതും ബാല്യത്തിലെ പ്രകടമാവുന്നതുമാണ്. ഉദാഹരണത്തിന് സ്പൈനൽ മസ്കുലർ അട്രോഫി, ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ. അപൂർവ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാൻ വൈകി പോകുന്നതിലാണ്. പല കുടുംബങ്ങളും വർഷങ്ങളോളം കാരണം വ്യക്തമാക്കാത്ത ലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്നു. എന്നാൽ ശരിയായ ഒരു സ്ഥലത്ത് ചെന്നെത്തുകയാണെങ്കിൽ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് നമുക്ക് നേരത്തെ തന്നെ അതിനുള്ള ചികിത്സ തുടങ്ങാൻ സാധിക്കും. പല അപൂർവ രോഗങ്ങൾക്കും ചികിത്സ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ചില അസുഖങ്ങൾക്ക് ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ശസ്ത്രക്രിയയിലൂടെ ചില അപൂർവ രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. അവർക്ക് സാധാരണ ഒരു ജീവിതം തന്നെ നയിക്കുവാനും സാധിക്കും. ചില അപൂർവ രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്നത് ജീൻ തെറാപ്പി പോലുള്ളതാണ്. അവ സാധാരണക്കാർക്ക് വഹിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതുമാണ്. അപൂർവ രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എത്രയും നേരത്തെ അത് കണ്ടെത്തി ചികിത്സിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ജനറ്റിക് കൗൺസിലിംഗും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഈ അപൂർവ രോഗ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായ അറിവും സാമൂഹികമായ കരുണയുമാണ് ഈ രോഗത്തെ ചെറുത്തു നിൽക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്നതാണ്. നന്ദി.